എന്താ നിന്റെ പരിപാടി? സെപ്റ്റിക്കാവോ? ആ, കുറച്ചുകൂടെ കഴിഞ്ഞ ചെടി വളർന്ന് മരമാവും. അതല്ല, മുള്ളുകുത്തി പോയിസൺ അല്ലേ? പിന്നെ സംശയമുണ്ടോ? പുക്കിളിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ആംബുലൻസ് വിളിക്കട്ടെ? ആക്കിയതാണല്ലേ? അല്ലടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലയോ. ആർക്കാ ആംബുലൻസ്? ബേബി ചേച്ചിട്ടൊരു കാര്യം, ഈ റോസിന്റെ മുള്ളു കൊണ്ടോ പറയാ സെപ്റ്റിക്കാവും, ആംബുലൻസ് വിളിക്കാന്നൊക്കെ. ഈ ഗാർഡനിങ്ങിനെ പറ്റി ഒരു ധാരണയില്ല. അതിന് ഇരുമ്പ് കമ്പിയൊന്നും അല്ലല്ലോ സെപ്റ്റിക് ആവാൻ. അത് തന്നെ ഞാനും പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഗാർഡനിങ് എന്ന് പറഞ്ഞ ജീവനാ. സെപ്റ്റിക് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാമിന് അത്രയ്ക്ക് ഇഷ്ടമാണോ ചെടികള്? പിന്നെ ബേബി ചേച്ചി ഇനിയിപ്പോ ഫുഡ് വേസ്റ്റ് ഒന്നും കളയണ്ട കേട്ടോ. നീയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എവിടെ ഫുഡ് വേസ്റ്റ് ആവാൻ? അതല്ല, നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ്, ചായച്ചണ്ടി, ഉള്ളിത്തൊലി, മുട്ടത്തോട്, ഇതൊക്കെ ചെടികൾക്ക് ബെസ്റ്റാണ് അല്ലേ ദിവ്യ? ഈ ജൈവമാലിന്യങ്ങളിലെ ചെടികൾക്ക് ഏറ്റവും നല്ല വളം. ഗാർഡനിങ് സാമിന്റെ ഹോബിയാ? ചെറുപ്പം തൊട്ട്. ഈ ജീവികൾ കഴിഞ്ഞാൽ ജീവനുള്ള ഒരേ ഒരു ജീവികളല്ലേ സസ്യങ്ങൾ. അവയെ നമ്മളെ തന്നെ സംരക്ഷിക്കണ്ടേ, നമ്മളെ തന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടേ? നമ്മുടെ സഹജീവികളല്ലേ. ദിവ്യക്ക് ഇഷ്ടമല്ല? എനിക്കും പൂക്കളും പൂച്ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ പൂമ്പാറ്റകളോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബട്ടർഫ്ലൈ പാർക്ക് തുടങ്ങാം. ഇവിടെയോ? ടെറസില്. ടെറസിലാകുമ്പോ പൂമ്പാറ്റകൾക്ക് വരാൻ സൗകര്യ. ഇങ്ങനെ കഥക് തുറന്ന് കോണിപ്പടി കേറി മോളി പോണ്ടല്ലോ. ആരൊക്കെ കളിയാക്കിയാലും ഇനി ഇതൊക്കെ എനിക്ക് എന്റെ കുട്ടികളെ പോലെയാ. ഇതെന്താ? ബേബി ഫുഡാ. ബേബി ചേച്ചിയുടെ? എനിക്കുള്ളതല്ല, നിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാ. വയറ് നിറച്ച് തിന്നാവുണ്ട്. ഒരു ദിവസത്തെ ഫുഡ് വേസ്റ്റാ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടാ. ചെടി എന്റെ സൽമാന് സുനിലെന്ത് ഇങ്ങനെ നിക്കണേ? 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. അപ്പൊ ദിവസം വെള്ളം ഒഴിക്കണ്ടേ? നീ എപ്പോഴെങ്കിലും ഒഴിച്ചാ? എപ്പോ? കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ചയാ? ഒരു മഴ ചാറിയ പോലെ. ഇൻഡോർ പ്ലാന്റ്സിനാണോടാ മഴ? പിന്നെ ഞാൻ എന്തിനാ നിന്നെ ഇതൊക്കെ ഏൽപ്പിച്ചേ? അല്ല, ഇപ്പൊ ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് സൺലൈറ്റ് കൊണ്ടല്ലേ, ഫോട്ടോസിന്തസിസ്. അപ്പൊ എന്താണ് നിന്റെ ലാസ്റ്റ് ഡിസിഷൻ? ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ എനിക്ക് ആ സീൻ ചെയ്യാൻ താല്പര്യമില്ല. താൻ കുറച്ചും കൂടി സെൻസുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചത്. അല്ല, തന്നോട് കഥ പറയുമ്പോൾ ഈ സീനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ തനിക്ക് അപ്പം പറയാറുന്നല്ലോ പറ്റില്ലെന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല. എടോ പ്രമിത, ഇത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ എടുക്കരുത്. ഈ സെറ്റിൽ എത്ര പേരാ വർക്ക് ചെയ്യുന്നതെന്നറിയോ? അവരുടെയൊക്കെ ജീവിതമാണ് ഈ പ്രൊജക്ട്. അതിനിപ്പോ എന്താ? അതിനിപ്പോ എടോ താൻ കാരണമല്ലേ ഇപ്പൊ ഈ ഷൂട്ട് നിന്നിരിക്കുന്നത്? ഞാനൊരു ഉമ്മ വെച്ചാ ഇവിടെ എല്ലാവരുടെയും പ്രശ്നം അങ്ങ് തീരുവോ? എടോ താനൊരു പബ്ലിക് ഫിഗർ ആകേണ്ട ആളാണ്. ഇത്ര ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കരുത്. എന്നാ അവി പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല, അവി പറഞ്ഞിട്ട് താനൊന്നും ചെയ്യണ്ട. ഞാനിപ്പോ സംസാരിക്കുന്ന ഈ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. എങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പറയൂ. എടോ ഇതൊരു മസാല പടമൊന്നും അല്ല. ഇതിനകത്തൊരു കിസ്സിങ് സീനൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ തിയേറ്ററിൽ കയറ്റാനുള്ള പരിപാടിയല്ല. തനിക്ക് കഥ അറിയാവുന്നതല്ലേ? അറിയാം. എടോ ഈ സ്റ്റോറി ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീനാണിത്. ഈ സീനിൻ്റെ പുറകിലുള്ള ഇമോഷൻ തനിക്ക് അറിയാലോ. ഈ സീനെ തിരുത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ കഥയെ പോയി. ഞാനിങ്ങനെ ഒരു സീൻ ചെയ്യുന്നതിൽ അവയ്ക്ക് പ്രശ്നമൊന്നുമില്ലേ? എടോ എനിക്കെന്ത് കുഴപ്പം? യു ആർ എ പ്രൊഫഷണൽ ആക്ട്രസ്. വൈ വുഡ് ഐ ജഡ്ജ് യു? എടോ അത് മാത്രമല്ല, ഒരു പ്രൊഫഷണൽ ആക്ട്രസ് ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വാക്കിന് വിലയുണ്ടാവണം. തോന്നുമ്പോൾ വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കരിയറിനെ മാത്രമല്ല, കുറേ പേരുടെ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. എടോ സ്വയം എന്ത് ചെയ്യണ്ട എന്നുള്ളത് തനിക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ അത് മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടാവരുത്. അതപ്പോൾ വിശ്വാസവഞ്ചനയാണ്. അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവി എന്താ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇപ്പോൾ ഇക്കോളിനെ നടന്നിട്ട് സീരിയസ്ലി പ്രമിത റെഡിയാവുകയാണ്. എടാ നീ ഇതെങ്ങനെ സംഭവിച്ചടാ? അല്ല, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഗ്രാഫിക്സ് ആണ്. ഷോട്ട് എടുക്കുമ്പോൾ അവിടെ ഡയറക്ടറും ക്യാമറമാനും പിന്നെ ആർട്ടിസ്റ്റും മാത്രമേ പാടുള്ളൂ. ഈ ഞാൻ പോലും അവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പൊ ക്യാമറ ഗുഡ്. എന്താ അത്? അങ്ങനൊന്നുമില്ല. എന്ത് എന്ത്? സാമിനെ സമ്മതിക്കണം. അതെ, ഇങ്ങനെ മണ്ണൊക്കെ നിറച്ച് ചട്ടിയൊക്കെ എടുത്ത്
എനിക്കിത്ര ക്ഷമയൊന്നുമില്ല കേട്ടോ. അപ്പോ ഗാർഡനിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്? ഗാർഡൻ ഇഷ്ടാണ്, ഗാർഡനിങ് നോ. അപ്പൊ അല്ല ദിവ്യയുടെ FB കണ്ടതോ? ഫേസ്ബുക്കിൽ എന്ത് കണ്ടു? ലൈക്സിൽ പെയിന്റിങ്, ഡാൻസിങ്, ഗാർഡനിങ്. ഓ അതോ, അത് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ചുമ്മാ ഒരു ജാട കിട്ടതല്ലേ. അമ്മ ഉണ്ടാക്കിയ ഗാർഡന്റെ പിക്സും എടുത്തിട്ടു. വല്ലാത്ത ചതിയായിപ്പോയി. അല്ല, നീ അത് കണ്ടിട്ടാണോ ഇതൊക്കെ ചെയ്യണേ? എനിക്ക് പണ്ടേ ഗാർഡനിങ് ഇഷ്ടമല്ലേ, ഞാൻ പ്രകൃതി സ്നേഹിയാണ്. ഞാനൊരു കഥ പറയട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ കഥയാണോ? അതേത്? അതൊക്കെ ഉണ്ട്. നീ നിന്റെ കഥ പറ. ഇതൊരു ഗുണ്ടയുടെ കഥയാണ്. ഗുണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് വലിയ ഗുണ്ടയായിരുന്ന ഒരു ഗുണ്ട, ഒരു പാവം ഗുണ്ട. ആ ഗുണ്ട കല്യാണം കഴിച്ച് നന്നാവാൻ തീരുമാനിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ഗുണ്ടയ്ക്കൊരു മോളുണ്ടായി. ഗുണ്ടാപ്പണി നിർത്തിയപ്പോൾ മോളുണ്ടായോ? അതെങ്ങനെ? നീ എന്തിനാ അവനെ നക്കീന്ന് വിളിച്ചാ? നക്കിയപ്പനെ നക്കിയെന്നല്ലാണ്ട് വിളിക്കും. അവൻ നിന്റെ ഫ്രണ്ട് അല്ലേ? ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നാണല്ലോ. മരപ്പട്ടി നിന്റെ അമ്മായി. അതെ, അവന്റെ പേരെന്താ പറഞ്ഞ? നിശാന്ത. അങ്ങനെ എന്താണ്? നീ അവനെ അവോയ്ഡ് ചെയ്തപ്പോഴേ അവന് സങ്കടമായെന്ന് തോന്നുന്നു. പാവാടാ. പാവാടയും ബ്ലൗസും ഒന്നും അല്ല, സങ്കടം. അവൻ എന്നെ എത്ര സങ്കടപ്പെടുത്തിണ്ടറിയോ? കള്ളൻ. കള്ളനാണോ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. കള്ളൻ എന്ന് പറഞ്ഞാൽ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവനാണ്. എന്തിന്? എന്ത് അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നത്? അപ്പെന്ന് പറഞ്ഞാൽ ആ അപ്പല്ല, അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കാന്ന് പറയില്ലേ, അവസരവാദിയാണെന്ന്. ഓ അങ്ങനെ. ഞാനും അവനും പണ്ട് വലിയ കൂട്ടുകാരായിരുന്നു. ഒന്നിച്ചാണ് സിനിമയിലൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയത്. എന്നിട്ട് നിന്നാ മൂപ്പര് സിനിമയ്ക്ക് ഒരു കാണും, അല്ലാണ്ട് നിന്നാ. എടാ, സിനിമ നിന്റെ ചായക്കടയല്ല, തോന്നുമ്പോ കേറി പറഞ്ഞു ചെയ്യാൻ. ഞാൻ ചായക്കടയിലെങ്കിലും കേറി. ഇരട്ട തിരക്കഥാകൃത്തുക്കളാവാനായിരുന്നു പരിപാടി. ഈ സിദ്ദിഖ് ലാല്, ബോബി സഞ്ജയ്, സലീം ജാവേദ്, അങ്ങനെയൊക്കെ പറ്റില്ലേ. നീ അവന്. എന്നിട്ടെന്താണ്, നല്ലൊരു ജോബ് ഓഫർ കിട്ടിയപ്പോ അവൻ ബാംഗ്ലൂരേക്ക് മുങ്ങി. അപ്പൊ സിനിമയോ? സിനിമ രക്ഷപ്പെട്ട്. എന്നിട്ട് നിന്നെ വിളിച്ചില്ലേ? എന്തിന്? അയാള് രക്ഷപ്പെടാനല്ലേ പോയത്, ഇയാളെ വിളിക്കണ. ഇവൻ ഏതായാലും രക്ഷപ്പെടൂല. എന്നിട്ട് അവന്റെ കുഞ്ഞമ്മയുടെ കല്യാണം പറഞ്ഞിട്ട് പോടാ. എന്നിട്ട് എന്താ ഉണ്ടാവും?